ശ്രീ സനോജ്, 4 നേതാക്കൾ 4 CPM-കാരെങ്കിലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. കുറ്റപത്രം വരെ കാക്കുന്നു എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസ് ഈ വാദം പറയുന്നത്. അതിന് മറുപടി നൽകൂ. ചോദ്യം കേൾക്കാനുള്ള ക്ഷമ ഉത്തരവാദിത്വം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വരാതെ നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറ. അദ്ദേഹം പറയട്ടെ. CPM നേതാക്കളുടെ അതിനെ കുറിച്ചുള്ള മറുപടി പറ. നിങ്ങൾ എനിക്കറിയാം ചർച്ച അലമ്പാക്കല്ലേ. ഞാൻ പറയുന്നത് ഒറ്റ കാര്യം, കൂടിക്കാഴ്ചയുടെ ചിത്രം ഏത് വർഷത്തെ ചിത്രമാണ് അനിൽ ബോസെ? എന്താ നിങ്ങൾ പറയാൻ മടി? നിങ്ങൾക്ക് തെരുവിലിട്ട് ചർച്ചയിലേക്ക് പറഞ്ഞൂടെ? നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ പറഞ്ഞു അത് 2025 ആഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ആ ധൈര്യം നമ്മൾ കാണിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായുള്ള ചിത്രം 2025 ആഗസ്റ്റിലാണ് ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ സോണിയാഗാന്ധിയുടെ ചിത്രം ഏത് കാലത്താണ് നിങ്ങൾ പറയാൻ? സോണിയാഗാന്ധിയുമായി സനോജ്, ഇതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നും CPM-ന്റെ നിലപാടല്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആവർത്തിച്ച് സോണിയാഗാന്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിലപാടല്ല താങ്കൾ അടക്കമുള്ളവർക്ക് എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്? അല്ല, സോണിയാഗാന്ധി സ്വർണം കട്ടു എന്നല്ല പറഞ്ഞത്. സോണിയാഗാന്ധി സ്വർണം കട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? അല്ല സ്മൃതി, എവിടെ എന്താ പ്രശ്നം? 2019 അടൂർ പ്രകാശ് ആദ്യമായി കാണുന്നതെന്ന് അടൂർ പ്രകാശ് പച്ചക്കള്ളം പറഞ്ഞു. ശിവൻകുട്ടി ഉത്തരവാദമുള്ള മന്ത്രി, ഉത്തരവാദിത്തത്തോടെ മന്ത്രി സഭയ്ക്കകത്ത് പറഞ്ഞതാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ശിവൻകുട്ടിയാണ്, മന്ത്രി ശിവൻകുട്ടിയാണ്. ശ്രീ സനോജ്, സോണിയാഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ച ഇന്നേ തീയതിയാണ് എന്ന് സനോജ് അങ്ങ് പറയുന്നു സോണിയാഗാന്ധിയല്ല സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചതിനെ കുറിച്ചാണെന്ന് അങ്ങ് പറയുമ്പോൾ എന്തിനാണ് മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ ശ്രീ അനിൽ ബോസ്? പ്ലീസ് അദ്ദേഹം പറയട്ടെ. സനോജ്, എന്റെ സ്മൃതി, ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷ എന്താ അറിയുമോ? നിങ്ങളുടെ ചാനൽ റിപ്പോർട്ടറെ ഇന്ന് അധിക്ഷേപിച്ചു അല്ലേ? നിങ്ങളുടെ ചാനലിലെ ഒരു പ്രത്യേക പേര് ചേർത്ത് വിശേഷം കൊടുത്തു. നിങ്ങൾ എന്താ അതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മാധ്യമപ്രവർത്തകരെ, റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കാനും ചോദ്യങ്ങൾ നിരാകരിക്കാനും നിങ്ങളെല്ലാവരും പെട്ടവർ ശ്രമിക്കുന്നുണ്ട്. സനോജ്, നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പറയും മാധ്യമപ്രവർത്തകരെ അപമാനിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന നേതാക്കൾ നിങ്ങൾ രണ്ടു കൂട്ടർക്കിടയിലും ഉണ്ടെന്നേ. അതങ്ങനെ ആ വഴിക്ക് പോട്ടെ, അത് ഞങ്ങളുടെ വിഷയമല്ല. ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും, ഉത്തരങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറയുക. നിങ്ങളുടെ മറുപടി ഇവിടെ കിടക്കുകയും ചെയ്യും. ചാനൽ റിപ്പോർട്ടറെ ഇന്ന് പരസ്യമായി അധിക്ഷേപിച്ച് നിങ്ങളുടെ ചാനൽ മുതലാളിയെ ആക്ഷേപിച്ച് വിട്ടല്ലോ ഈ അടൂർ പ്രകാശ്. എന്നിട്ട് ആ അടൂർ പ്രകാശ് പറഞ്ഞ പച്ചക്കള്ളം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുമ്പോ അതിനോട് ചേർന്ന് ചോദിക്കല്ലേ നിങ്ങൾ? അല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. 2019 പോറ്റിയെ ആദ്യമായി കണ്ടു, ഒരു വോട്ടർ എന്ന നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ അടൂർ പ്രകാശിന്റെ പച്ച കള്ളം പൊളിഞ്ഞടുങ്ങി അല്ലേ? 2019 എന്നതല്ല, 2019 മുൻപ് എന്നതിന്റെ തെളിവാണ് ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയാണ് ഈ രാഘവന്റെ അടക്കമുള്ള പേരുകൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അന്വേഷിക്കട്ടെ എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. കള്ളം പറഞ്ഞു എന്ന് തെളിയുന്നില്ലേ? കള്ളം പറഞ്ഞു എന്ന് തെളിയുന്നില്ലേ? പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്തെ ചിത്രമല്ലേ?
ഇല്ല ഞാൻ AR ഗോപാലകൃഷ്ണൻ പറയട്ടെ. ജീവിച്ചിരിക്കുന്ന ആ ചിത്രം എടുക്കാൻ പറ്റുമോ? അതെ ശ്രീ സനോജ് പ്ലീസ് അതേ അല്ലേ? പറയട്ടെ. സ്മൃതിയുടെ പറയട്ടെ, ചോദ്യം എന്നോടാണോ? സ്മൃതിയുടെ ചോദ്യം എന്നോടാണോ? അതെ പറയൂ, അങ്ങ് പറയൂ. സ്മൃതിയുടെ ചോദ്യം എന്നോടാണോ? അതെ, കളവ് എന്താണ് പറഞ്ഞു. ചോദിച്ചത്? പറയൂ. അടൂർ പ്രകാശ് കളവ് പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഇവിടെ ഇത് കേൾക്കൂ. അടൂർ പ്രകാശ് കളവ് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച കുറ്റപത്രം നോക്കൂ, 2019 ചിത്രമല്ലല്ലോ പുറത്തു വന്നത്. ബൈറ്റൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ അറിയാം. പറഞ്ഞ ബൈറ്റ് നിങ്ങൾ പ്രക്ഷേപണം ചെയ്യൂ സ്മൃതി. ഇത് കേൾക്കൂ, ഇത് കേൾക്കൂ, ഇത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞു 2019 ഞാൻ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു വോട്ടർ എന്ന നിലയിൽ എന്റെ മണ്ഡലത്തിൽ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടു എന്ന് പറയുന്നു. നോക്കൂ, ഇത് ആദ്യമേ ചോദിച്ച ചോദ്യമാണല്ലോ. സനോജ് അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് ന്യായമുണ്ടെന്ന് കേൾക്കണ്ടേ? സനോജ് വെയിറ്റ് ചെയ്യൂ. അനിൽബോസ് പറയൂ. എന്തായി കാണിക്കുന്നത് ഒരു ചർച്ചയിൽ? അല്ല, അനിൽബോസ് പറയൂ. കളവ് പറഞ്ഞു അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നോക്കൂ അനിൽബോസ്, അടൂർ പ്രകാശ് കളവ് പറഞ്ഞു, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള നിലയിൽ ഒരിക്കലും പറഞ്ഞിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയില്ല. നിലയിലാണെങ്കിലും ഇത് കേക്കൂ സ്മൃതി, ഇത് തെളിവ് കാണിക്കൂ സ്മൃതി. അല്ല, ഇത് കേക്കൂ. തെളിവ് കേൾക്കണ്ട. പ്രദർശിപ്പിക്കൂ. ചർച്ചയില് പേത്തരം കാണിക്കാതെ ചർച്ച. അയ്യോ, ഇതിനേക്കാൾ മുന്നേ പ്രദർശിപ്പിക്കാൻ വളരെ കൃത്യമായി. എന്താ ഇത്? എന്താ ഇത്? എന്താ ഇത്? സ്മൃതി, ഹലോ ഹലോ, തീർന്നു? അനിൽബോസ് പറഞ്ഞോളൂ. കട്ടായോ? ഇല്ല, കട്ടായിട്ടില്ല. അങ്ങ് പറയൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് SIT എന്ന് പറയുന്ന ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഓരോ തീയതിയും നമ്മൾ ഇവിടെ നിന്ന് ചർച്ചയിൽ പറഞ്ഞു. എനിക്ക് ഏതൊക്കെ ദിവസം ആരെയൊക്കെ കണ്ടെന്ന് ഞാൻ തീയതി കുറിച്ച് വെക്കുന്നത്? എനിക്ക് അങ്ങനെ തീയതി വെച്ച് വർത്താനം പറയാൻ ബഹുമാനമാണ്. അതെ, വർഷമായിക്കോട്ടെ, തീയതി ആയിക്കോട്ടെ. എങ്ങനെയാണ് ഒരു ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ നേതാവ് ആക്ഷേപിച്ച ആളുകൾ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? മിണ്ടായിട്ടോ നല്ല ഭാഷയിൽ സംസാരിച്ച് അവസാനിപ്പിക്കണം, നന്നായി സംസാരിച്ച് അവസാനിപ്പിക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അല്ല, നല്ല ഭാഷയല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്? ചർച്ചയിൽ അതൊക്കെ നടക്കാറില്ലേ? ഒരു മിനിമം ഇടോ പോടോ ഒന്നും വിളിക്കാൻ. സ്മൃതി, ഞാൻ ഈ ഒരേ ഒരു കാര്യമാണ് വളരെ കൃത്യമായി പറയുന്നു. പാർട്ടിയുമായോ ഐക്യജനാധിപത്യ മുന്നണിയുമായോ ഏതെങ്കിലും നേതാക്കൾക്ക് ഇത്തരം കേസുകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് SIT കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കട്ടെ, മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ അടൂർ പ്രകാശ് കളവ് പറഞ്ഞു എന്ന് പറയാൻ ഒരുപക്ഷേ സാധിക്കുന്നുണ്ടാകില്ല. ഒരു മിനിറ്റ്. ഈ കളവ് പലയിടത്തായി നമ്മൾ കാണുന്നുണ്ട്. കടകംപള്ളി ഒറ്റത്തവണയാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഒറ്റത്തവണയല്ല എന്ന് തെളിഞ്ഞു. എപ്പോഴാണ് കണ്ടത്, ഏത് ചടങ്ങിനാണെന്ന് ആദ്യം പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നു. ഇതൊക്കെ പലതരത്തിലായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഓർമ്മക്കുറവ് കൊണ്ടാകാം, ചില കാര്യങ്ങൾ തെളിയില്ല എന്ന് കരുതിയിട്ടാകാം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നാളെ എന്ത് SITയുടെ നീക്കമെന്ന് നമുക്കറിയില്ലല്ലോ. രാഷ്ട്രീയമായി ഒരു ഇടപെടലും ഇല്ലാത്ത സ്ഥിതിക്ക് നാളത്തെ നീക്കം അറിയില്ല. നാളത്തെ നീക്കം നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇന്ന് അടൂർ പ്രകാശ് പ്രതിരോധത്തിലാണ്. അടൂർ പ്രകാശിന്റെ പ്രതികരണവും പ്രതിരോധത്തിലാകുന്ന പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് അടൂർ പ്രകാശിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.